വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടി കടുപ്പിച്ച അബുദാബി മുനിസിപ്പാലിറ്റി. ഇത്തരക്കാരെ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് മുനിസിപ്പാലിറ്റി തുടക്കമിട്ടു. ഉപഭോക്താക്കളുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് അബുദാബി മുനിസിപ്പാലിറ്റിയുടെ നടപടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന തെരുവ് കച്ചവടക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. രാജ്യത്ത് ഹൈവേകളുടെ സമീപത്തും വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്നുമാണ് ഇത്തരത്തിൽ ആളുകൾ അനധികൃത വ്യാപാരം നടത്തുന്നത്. തുറസായ സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്താതെ നടത്തുന്ന ഇത്തരം കച്ചവടങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകാറുണ്ട്. അതിനാൽ ഇത്തരം കച്ചവടങ്ങൾ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പയിനും അധികൃതർ തുടക്കമിട്ടിട്ടുണ്ട്. അനധികൃത കച്ചവടങ്ങൾ തടഞ്ഞ് രാജ്യത്ത് വിൽക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് മുഖേനയും സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മുഖേനയും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും ബുള്ളറ്റിനുകളും അയക്കും. അംഗീകാരമില്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം തടയണമെന്നും രാജ്യത്തുള്ള അംഗീകൃത വ്യാപാരികളുമായി മാത്രം സഹകരിക്കാൻ ശ്രമിക്കണമെന്നും ഇതുവഴി അനധികൃത കച്ചവടക്കാരെ തടയാനാകുമെന്നും മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു. 24 അബുദാബി. ഒമാനിൽ ന്യൂമോണിയ ബാധിച്ച് മലയാളി വിദ്യാർത്ഥി മരിച്ചു. ആലപ്പുഴ വള്ളിക്കനം സ്വദേശി സമീറിന്റെ മകൾ സഫ ആണ് മരിച്ചത്. സൂർ ഇന്ത്യൻ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് 3 ആഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സൂറിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സൈക്കിളിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത ഇടമൊരുക്കി അബുദാബി മുനിസിപ്പാലിറ്റി. അബുദാബി മുസഫയിലെ മോഡൽ സ്കൂളിന് സമീപത്താണ് സൈക്കിൾ സ്റ്റാൻഡ് സ്ഥാപിച്ചത്. അബുദാബി മുസഫയിലെ ദി മോഡൽ സ്കൂളിന് പരിസരത്തെ ഭൂരിഭാഗം കുട്ടികളും സൈക്കിളിലാണ് സ്കൂളിലെത്തിയിരുന്നത്. എന്നാൽ ഇവ നിർത്തിയിടാൻ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ദുരിതത്തിലായിരുന്നു കുട്ടികൾ. പരിസരത്തെ പോസ്റ്റിലും മറ്റും സൈക്കിൾ ബന്ധിപ്പിച്ചായിരുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോയിരുന്നത്. സൈക്കിൾ പൂട്ടിവെക്കാൻ സൗകര്യമില്ലാത്തതിനാൽ പലപ്പോഴും തിരികെ എത്തുമ്പോൾ സൈക്കിളും കാണില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾ സർക്കാരിന് പരാതി നൽകിയപ്പോഴാണ് ഉടനടി നടപടിയുണ്ടായത്. കണ്ടെയ്നറിന് രൂപമാറ്റം വരുത്തി അടിപൊളി സൈക്കിൾ സ്റ്റാൻഡ് റെഡി. അകത്തും വശങ്ങളിലുമായി മൊത്തം 24 സൈക്കിളുകൾ നിർത്തിയിടാനുള്ള സൗകര്യമാണ് ഒരുക്കി നൽകിയത്. കൂടാതെ ഇരുവശങ്ങളിലുമായി സൈക്കിൾ ചാരിവെച്ച് പൂട്ടിയിടാനുള്ള സൗകര്യത്തിന് ഇരുമ്പ് കവചവും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധി മനസ്സിലാക്കി സൗകര്യമൊരുക്കിയ സർക്കാരിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് വിദ്യാർത്ഥികൾ. ചൂടൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉപകാരപ്പെടും. പിന്നെ ഇപ്പം തന്നെ ഇവിടെ ഒരു 10-24 സൈക്കിൾ വെക്കാൻ പറ്റും. ഈ സ്കൂളിൽ സൈക്കിളെല്ലാം വെക്കാനുള്ള സ്ഥലം ഇവിടെയൊക്കെ ഉണ്ട്. വളരെ നന്ദിയുണ്ട് ഗവൺമെന്റിന്. ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. പരീക്ഷണാർത്ഥം നടപ്പാക്കിയ പദ്ധതി വിജയകരമായാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. 24 അബുദാബി. ബർവ മദീനത്നയിലെ മലയാളികളുടെ കൂട്ടായ്മയായ മരം ഖത്തർ ദേശീയ കായിക ദിനം വിപുലമായി ആഘോഷിച്ചു. മദീനത്ന കമ്മ്യൂണിറ്റിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. കമ്മ്യൂണിറ്റി വാക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഫിസിയോ സമീർ അഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റോളർ സ്കേറ്റിംഗ്, സൈക്കിൾ റാലി തുടങ്ങിയ ഇനങ്ങൾക്ക് റാഷിദ് CMPയും ഷബീർ ഹംസയും നേതൃത്വം നൽകി. തുടർന്ന് നടന്ന വ്യായാമ പരിശീലനത്തിന് ലോക റെക്കോർഡ് ജേതാവും പ്രമുഖ ഫിറ്റ്നസ് ട്രെയിനറുമായ ഷഫീഖ് മുഹമ്മദ് നേതൃത്വം നൽകി. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി ഒട്ടേറെ കായിക വിനോദ മത്സരങ്ങളും അരങ്ങേറി. ഖത്തർ ദേശീയ കായിക ദിനത്തിന്റെ ഭാഗമായി എക്സ്പാറ്റ് സ്പോർട്സ് കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദുഹയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ദോഹ സയൻസ് ആൻഡ് ടെക്നോളജി ഗ്രൗണ്ടിലാണ് സ്പോർട്സ് മീറ്റ് നടക്കുക. കേരളത്തിലെ 13 ജില്ലകളെ പ്രതിനിധീകരിച്ച് 600-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ടീം പരേഡിൽ ഇന്ത്യയുടെയും ഖത്തറിന്റെയും കായിക നേട്ടങ്ങളും സാംസ്കാരിക പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന പ്ലോട്ടുകളും കലാരൂപങ്ങളും അവതരിപ്പിക്കും. ഖത്തറിലെ കായിക സാംസ്കാരിക രംഗത്തെ സ്വദേശികളായ പ്രമുഖർ, ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, വിവിധ അപെക്സ് ബോഡി ഭാരവാഹികൾ, പ്രവാസി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ദോഹയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ താജ് ആലുവ, ഷിയാസ് കൊട്ടാരം, അമീൻ അബ്ദുറഹ്മാൻ, അഹമ്മദ് ഷാഫി, ഷെരീഫ് ചിറക്കൽ, റബി സമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സൗത്ത് ഇന്ത്യൻ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് EDPC കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കാലക്സ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ജേഴ്സിയും ട്രോഫിയും പ്രകാശനം ചെയ്തു. 8 ഫ്രാഞ്ചൈസികളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ജുബൈലിൽ ക്ലബ്ബ് മാനേജർ ഫക്രുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിനോയ് ജോർജ് ട്രോഫി പ്രകാശനം ചെയ്തു. ടൂർണമെന്റിന് നാളെ ജുബൈൽ അൽഫല ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തുടക്കമാകും. വയനാട് മുസ്ലിം ഓർഫനേജിനെ ദീർഘകാലം നയിച്ച ജനറൽ സെക്രട്ടറി MA മുഹമ്മദ് ജമാലിന്റെ അനുസ്മരണ സമ്മേളനം ഈ മാസം 24-ന് ദുബായിൽ നടക്കും. ദുബായ് ഗിസൈസ് വുഡ്ലം പാർക്ക് സ്കൂളിലാണ് പരിപാടി നടക്കുക. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, WMO പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. അനുസ്മരണ പരിപാടിയിൽ WMOയുടെ ഡോക്യുമെന്ററി പ്രദർശനവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് നിത്യവരുമാനം ലക്ഷ്യമിട്ട് കൽപ്പറ്റയിൽ സ്ഥാപിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രൊജക്ട് അവതരണവും ഉണ്ടാകും. UAE ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസ ലഭിച്ച WMOയുടെ 5 പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും.
കുവൈറ്റിലെ അബ്ബാസിയിൽ ലുലു എക്സ്പ്രസ് ഫ്രഷ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ 16ാമത്തെ സ്റ്റോറാണ് തുറന്നത്. ഇന്ത്യൻ എംബസി കൗൺസിലർ സഞ്ജയ് കെ മുലൂക്ക, തലാൽ അൽ മുത്തൈരി, ഹുമൂദ് അൽ ജാബ്രി, ഖാലിദ് അൽ റുവൈസ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ലുലു കുവൈറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ലുലു കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ ശ്രീജിത്ത്, ലുലു ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 9,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് സ്റ്റോർ ക്രമീകരിച്ചിട്ടുള്ളത്. ലുലു എക്സ്ചേഞ്ചിന്റെ കുവൈറ്റിലെ 37ാമത് കസ്റ്റമർ എൻഗേജ്മെന്റ് സെന്റർ ജലീബ് അൽ ഷിയോഖ് ലുലു എക്സ്പ്രസ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ എംബസി കൗൺസിലർ സഞ്ജയ് കെ മുലൂക്ക, ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് സീനിയർ മാനേജർ അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അലി നാസർ അബ്ദുള്ള അൽ ജാബറിയാണ് പുതിയ കസ്റ്റമർ എൻഗേജ്മെന്റ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ജലീബ് മേഖലയിലെ 3ാമത് ബ്രാഞ്ചാണ് പ്രവർത്തനം തുടങ്ങിയത്. ലുലു എക്സ്ചേഞ്ചിന്റെ എല്ലാ സേവനങ്ങളും ബ്രാഞ്ചിൽ ലഭ്യമായിരിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. പ്രവാസ ലോകത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വീക്ഷണം ദിനപത്രം ഏർപ്പെടുത്തിയ പ്രഥമ പ്രവാസി ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കുവൈറ്റ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങരയ്ക്കാണ് പുരസ്കാരം. എറണാകുളം കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രിയുമായ KJ ജോർജാണ് പുരസ്കാരം കൈമാറിയത്. KPCC പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അധ്യാപകർ നൽകിയ ഹർജിയിലാണ് നടപടി. സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലംമാറ്റം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രിബ്യൂണൽ നടപടി. 10 ദിവസത്തിനകം പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കാനും ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി. വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച കടുവയുടെ സാന്നിധ്യം. കുറിച്ചിപ്പറ്റ കിളിയാൻകട്ടയിൽ പശുക്കളെ ആക്രമിച്ചു. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നെ മയക്കുവെടി വയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ബേലൂർ മഖ്ന ദൌത്യസംഘത്തെ സഹായിക്കുന്നതിനായി ഷാർപ്പ് ഷൂട്ടർ നവാബ് ഖാൻ വയനാട്ടിലെത്തി. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരുടെ 4-അംഗ സംഘവും ജില്ലയിലുണ്ട്. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റ കിളിയാൻകട്ടയിൽ ശശീന്ദ്രന്റെ 2 പശുക്കളെയാണ് കടുവ ആക്രമിച്ചത്. ഒരു പശു ചത്തു. ഒരു പശുവിന്റെ കഴുത്തിൽ ഗുരുതരമായ മുറിവുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെ വീടിന് സമീപത്ത് മേയാൻ വിട്ടപ്പോഴാണ് പശുക്കളെ കടുവ ആക്രമിച്ചത്. കടുവേൻ്റെ ആക്രമണം മുമ്പ് ഉണ്ട് കേട്ടോ. 2-3 കൊല്ലമൊക്കെ മുന്നേ ഇവിടെ ഇങ്ങനെ പശുവിനെയൊക്കെ കൊന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശല്യം ആന, പിന്നെ ഈ കടുവ എല്ലാം ഉണ്ട്. കുരങ്ങ്, മയിൽ, മാൻ എന്ന് പറഞ്ഞ പോലെ കൃഷിക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാൽപ്പാടുകൾ പരിശോധിച്ച വനം വകുപ്പ് പശുവിനെ കൊന്നത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി മോഴയാന ബേലൂർ മഖ്ന വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ മയക്കുവെടിവെക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വനത്തിൽ കയറി വെടിവെക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ദൌത്യത്തിന് കർണാടക, കേരള വനംവകുപ്പുകൾ സംയുക്തമായി പദ്ധതി തയ്യാറാക്കണം. വയനാട്ടിലെ ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവയുടെ രൂപരേഖകൾ ഹാജരാക്കാനും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബേലൂർ മഖ്ന നിലവിൽ കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിലാണ് ഉള്ളത്. ആനയെ നിരീക്ഷിക്കാൻ പോയ കേരളത്തിന്റെ ദൌത്യസംഘത്തെ കർണാടക വനം വകുപ്പ് തടഞ്ഞു. ആന വീണ്ടും ജനവാസ മേഖലയിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 വയനാട്. മനുഷ്യരെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ബേലൂർ മഖ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ മകളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. 5:30 വയനാട്ടിലെത്തിയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദ്യം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരിയിലെ പ്രജീഷിന്റെ വീട് സന്ദർശിച്ചു. തുടർന്ന് പാക്കത്തെപ്പോൾ ബേലൂർ മഖ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷ് എന്നിവരുടെ വീടുകളിലും മന്ത്രി എത്തി. വന്യജീവി ശല്യം ചൂണ്ടിക്കാട്ടിയ അജീഷിന്റെ മകളോട് സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡിന്റെ അധികാരങ്ങൾ കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. मनी कंपनसेशन तो विषय है ही, मैं कल सारा विषय आके ऑफिसरों से पूछूंगा और जो लॉस हुआ है उसके लिए तो हम प्रार्थना करते हैं. വന്യമൃഗാക്രമണങ്ങൾ തടയാൻ കർശന നടപടിയെടുക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കേരള, കർണാടക വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. We find out the solution and tomorrow I will take a meeting with the local administration because this is the boundary area of Karnataka and Kerala. I called the officers of the both states. We will take a joint action plan. നാളെ മാനന്തവാടി, തലശ്ശേരി ബിഷപ്പുമാരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരും. 24 വയനാട്.
തൃശൂർ ദേശമംഗലം കൊട്ടിപ്പാറ പൂരത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മനശ്ശേരിക്കുട്ടി എന്ന അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നാട്ടുകാർ ചിതറിയോടി. ആനപ്പുറത്തു നിന്ന് വീണ പാപ്പാൻ അർജുന് പരുക്കേറ്റു. ഇയാളെ ഒറ്റപ്പാലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതപ്പാടുള്ള ആനയെ അടുത്തുള്ള പറമ്പിൽ തളച്ചു. ആന ഇടഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി കാസർഗോഡേക്കുള്ള വന്ദേഭാരത് സർവീസ് മംഗലാപുരം വരെ നീട്ടി. വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് 12:40 മംഗലാപുരത്തെത്തും. രാവിലെ 6:15 മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ തിരിക്കും. തിരികെ വാർത്തയിലേക്ക്. അതിർത്തിയിൽ കർഷക മുന്നേറ്റം. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിൽ കർഷകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ടു. 21 വയസ്സുള്ള കർഷകനാണ് മരിച്ചത്. കണ്ണീർ വാതകശയിൽ തലയിൽ വീണാണ് യുവാവ് മരിച്ചതെന്ന് കർഷകർ ആരോപിച്ചു. സ്ഥലത്ത് പോലീസും സമരക്കാരും ഏറെ നേരം ഏറ്റുമുട്ടി. മുളക് പൊടിയും കല്ലും ഉപയോഗിച്ച് പ്രതിഷേധക്കാർ ആക്രമിച്ചതായി ഹരിയാന പോലീസ് ആരോപിച്ചു. സംഘർഷത്തിൽ 12 പോലീസുകാർക്ക് പരുക്കേറ്റു. ഡൽഹി ചലോ മാർച്ച് തൽക്കാലം നിർത്തിവയ്ക്കുന്നതായും വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു. കർഷകരെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചതിനു പിന്നാലെ വലിയ സംഘർഷ ഭൂമിയായിരുന്നു ശംഭു അതിർത്തിയും കനൌരി അതിർത്തിയും. കനൌരി അതിർത്തിയിൽ പോലീസിന്റെ കണ്ണീർ വാതക ഷെല്ല് അത് തലയിൽ കൊണ്ട് ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടു. 21 വയസ്സുകാരനായ ബത്തിണ്ട സ്വദേശി ശുഭ് കരൻ എന്ന കർഷകനാണ് പോലീസിന്റെ കണ്ണീർ വാതക ഷെല്ലിനെ തുടർന്ന് കൊല്ലപ്പെട്ടതെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധം കർഷക സംഘടനകൾ കനൌരിയിലെ ഈ പോലീസ് നടപടിയിൽ ഉയർത്തുന്നു. മാത്രമല്ല, മണിക്കൂറുകളോളമാണ് പോലീസും കർഷകരും കനൌരിയിലും ശംഭുവിലും ഏറ്റുമുട്ടിയത്. എന്തായാലും കർഷകരുടെ ആക്രമണത്തിൽ 12 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഹരിയാന പോലീസും ആരോപിക്കുന്നത്. മുളക് പൊടി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കല്ലുകളും വടികളും ഉപയോഗിച്ചായിരുന്നു കർഷകരുടെ ആക്രമണം എന്നൊരു ആരോപണം പോലീസും ഉന്നയിക്കുന്നു. കർഷകരോട് സംയമനം പാലിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ശംഭു അതിർത്തിയിൽ നിലവിൽ സമാധാനപരമാണ് അന്തരീക്ഷം. രാവിലെ 11 മണിക്ക് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാൻ ശ്രമിച്ചത് വലിയ സംഘർഷങ്ങൾക്കാണ് ഇടയാക്കിയത്. ഡ്രോൺ വഴി പോലീസ് വ്യാപകമായി തന്നെ കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. ആദ്യഘട്ടത്തിൽ കർഷകർ പിൻവാങ്ങിയെങ്കിലും പിന്നീട് കൂട്ടത്തോടെ ഈ അതിർത്തിക്ക് സമീപം തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം വലിയ ട്രാക്ടറുകളും JCBയും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ടായിരുന്നു കർഷകർ ഇവിടെ നിലയുറപ്പിച്ചത്. വൈകിട്ടോടുകൂടി ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ കർഷകർ പിന്നീട് പിൻവാങ്ങി. അതിനുശേഷം ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയൊരു കാര്യം, 2 ദിവസം കൂടി ശംഭു അതിർത്തിയിലും കനൌരിയിലും തുടരാൻ തന്നെയാണ് നിർദ്ദേശം. അതിനുശേഷം കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഹരിയാന അതിർത്തിയിൽ ഇപ്പോഴും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസും ഇത്തരത്തിൽ JCB എല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വലിയ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, അതിനപ്പുറം അർദ്ധസൈനിക വിഭാഗം, അതിനപ്പുറം മുള്ളുവേലി സ്ഥാപിച്ചും JCB നിലയുറപ്പിച്ചും അതോടൊപ്പം കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമാണ് പോലീസിന്റെ പ്രതിരോധം. എന്തായാലും ഈ പ്രതിരോധങ്ങളെല്ലാം മറികടന്ന് തങ്ങൾ ഡൽഹിയിലേക്ക് പോകും എന്നൊരു പ്രഖ്യാപനം തന്നെ കർഷകർ നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സംഘർഷം തന്നെയാണ് ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും ഇന്ന് കണ്ടത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. അംഗത്തിനൊരുങ്ങി മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയും MLA-മാരെയും രംഗത്തിറക്കാൻ CPIM. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനും പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും വടകരയിൽ KK ശൈലജയും സ്ഥാനാർത്ഥികളാകും. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനായ KS ഹംസയും മലപ്പുറത്ത് V. വസീഫും മത്സരിക്കും. എറണാകുളത്ത് KSTA നേതാവ് KJ ഷൈനു, ചാലക്കുടിയിൽ C. രവീന്ദ്രനാഥും ജനവിധി തേടും. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഇന്നു ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ച ചെയ്താണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് CPIM എത്തിയത്. ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് മത്സരിക്കും. കൊല്ലത്ത് M. മുകേഷ് MLA മത്സരിപ്പിക്കാനാണ് തീരുമാനം. പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. ആലപ്പുഴയിൽ AM ആരിഫിന് തന്നെയാണ് ഇക്കുറിയും അവസരം. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് തന്നെ മത്സരിക്കും. എറണാകുളത്താണ് അപ്രതീക്ഷിത നീക്കം. പല പേരുകൾ ഉയർന്നെങ്കിലും KSTA ഭാരവാഹി KJ ഷൈൻ മത്സരിച്ചാൽ മതിയെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് കളത്തിലിറങ്ങും. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനെ തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഉറപ്പിച്ചത്. പാലക്കാട് PB അംഗം A. വിജയരാഘവനും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരത്തിനിറങ്ങും. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനായി മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ മത്സരിക്കും.
യുവജന പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മലപ്പുറത്ത് വി വസീഫിനെ തീരുമാനിച്ചു. വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ മത്സരിക്കും. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. പട്ടികയിൽ 3 ജില്ലാ സെക്രട്ടറിമാരും 1 മന്ത്രിയടക്കം 4 MLA-മാരും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും അംഗീകാരത്തിന് പിന്നാലെ ഈ വരുന്ന 27-ന് സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ടില്ല. പാണക്കാട് ഇന്ന് ചേർന്ന അടിയന്തര നേതൃയോഗത്തിലാണ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനമായത്. UDF യോഗത്തിന് ശേഷമേ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിന് അധിക സീറ്റ് നൽകില്ല. പകരം രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന വാർത്ത അണികൾക്കിടയിൽ അമർഷത്തിനിടയാക്കി. ഇതോടെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ അടിയന്തര നേതൃയോഗം ചേർന്നത്. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും വിട്ടുവീഴ്ച വേണ്ടെന്നും തീരുമാനിച്ചു. എന്നാൽ സീറ്റിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDF യോഗത്തിന് ശേഷം വിഷയത്തിൽ വ്യക്തതയാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവുമില്ല. അത് ഇനിയിപ്പോൾ UDF യോഗം ജാഥന്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. സമരാഗ്നിയുടെ സമാപനത്തിന് തൊട്ടു പിന്നാലെ സീറ്റ് വിഭജനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ജാഥയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ തമ്മിൽ അനൌദ്യോഗിക ചർച്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റിൽ ചർച്ചയാകാമെന്നാണ് നിലപാട്. അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ഓൺലൈനായി ഔദ്യോഗിക ചർച്ച നടത്തും. ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന നിലപാട് K മുരളീധരൻ MP ആവർത്തിച്ചു. അതിനുള്ള യോഗ്യത CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5 or 6 ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് 4 കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് 5 or 6 സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന്. അതാണ് അദ്ദേഹം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. LDF സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. 24 തിരുവനന്തപുരം. നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെ റിമാൻഡ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചെന്നും വ്യാജ അക്യുപങ്ക്ചർ ചികിത്സ നൽകിയെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരുന്നു. നയാസിനെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റി. കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. നേമം പഴയ കാരക്കാമണ്ഡപത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിക്കാനിടയാതെ ഭർത്താവ് നയാസ് ചികിത്സ നിഷേധിച്ചതിനാലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മരണത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത നയാസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. നയാസിന്റെ നിർബന്ധപ്രകാരമാണ് ഷമീറ പ്രസവ ശുശ്രൂഷയ്ക്ക് ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് അയൽവാസികളും ആശാവർക്കർമാരും പോലീസിൽ മൊഴി നൽകിയിരുന്നു. നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആശാവർക്കർ താഴെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് ഒയിലെ കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കയറിപ്പോയപ്പോഴാണ് അറിയുന്നത് 3 മാസം ഗർഭിണിയാണെന്ന്. സംഭവം ആരോഗ്യവകുപ്പ് പോലീസിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ നേമം പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായും ആരോപണമുണ്ട്. ഈ പോലീസിനോട് ആശാവർക്കർ ഹെൽത്തിലെ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്ത് പോലീസിനെ അറിയിച്ചു. അപ്പോൾ പോലീസ് ഓരോ ദിവസം രാത്രി ഇവിടെ വന്ന് രാത്രി ആയതുകൊണ്ട് അവർക്ക് വീടിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല. ഇവർ ഫോൺ ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അങ്ങ് പോയി. അക്യുപഞ്ചർ ചികിത്സ അറിയാവുന്ന നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകളെയും ഷമീറയ്ക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയ ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്യും. ഷമീറ ബീവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. 24 തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. NDAയുടെ കേരള പദയാത്ര പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ പ്രചാരണ ഗാനത്തിലും പുലിവാല് പിടിച്ച് BJP. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ SC/ST നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന പോസ്റ്ററിലെ പ്രയോഗത്തിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നത് അഭിമാനമാണെന്ന് K സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രചാരണ ഗാനത്തിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധമായ വരികൾ കടന്നുകൂടിയതാണ് BJPക്ക് നാണക്കേടായത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ നോട്ടീസിൽ കാര്യപരിപാടികൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് ഉച്ചഭക്ഷണം SC/ST നേതാക്കളും ഒന്നിച്ച് എന്ന പരാമർശം. ജാതീയമായ മുൻവിധിയാണ് പ്രകടമാകുന്നത് എന്ന് വിമർശകർ.
പോസ്റ്ററിനെതിരെ കെ മുരളീധരൻ MP, പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജൻ പുലിക്കോട്, സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ തുടങ്ങിയവർ രംഗത്ത് വന്നിരുന്നു. ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഭാഷാ പ്രയോഗത്തിലൂടെ തന്നെ സുരേന്ദ്രൻ അട്രോസിറ്റി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഐറ്റം കാണിച്ചിരിക്കുകയാണ്. അപ്പം അയാൾക്കെതിരെ കൃത്യമായിട്ട് അട്രോസിറ്റി നിയമപ്രകാരം കേസ് എടുക്കുകയാണ് വേണ്ടത്. മറുപടിയുമായി കെ സുരേന്ദ്രൻ. പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെ അല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത്. പിന്നാലെയാണ് BJP കേരളം എന്ന യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട പ്രചാരണ ഗാനം ചർച്ചയായത്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്കു കൂട്ടരെ എന്ന വരികൾ തിരിച്ചടിയായി. അഴിമതിക്കു പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്ക കൂട്ടരെ. പോസ്റ്റർ വിവാദവും പ്രചാരണ ഗാനവും സമൂഹമാധ്യമങ്ങളിലടക്കം ചർച്ചയായി. 24 കോഴിക്കോട്. BJPയിലെ പോസ്റ്റർ ഗാനം വിവാദങ്ങളിൽ വിശദീകരണം തേടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന IT സെൽ കൺവീനർ S ജയശങ്കറിനോടാണ് വിശദീകരണം തേടിയത്. ഏറ്റവും അടുത്ത നിമിഷം വ്യക്തമായ വിശദീകരണം രേഖാമൂലം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2012 വി മുരളീധരൻ കേരള യാത്ര നടത്തിയപ്പോൾ ഉള്ള ഗാനം കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ ലൈവിൽ മിക്സ് ചെയ്തത് IT സെല്ലിന്റെ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. വിവാദമായി പോസ്റ്റർ തയ്യാറാക്കിയതും IT സെല്ലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഉത്തർപ്രദേശിൽ സമാജ്വാദി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകളിൽ ധാരണയായി. 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതികരിച്ചു. സംസ്ഥാനത്തെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പര്യടനത്തിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കും. ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിസന്ധി നേരിട്ട മറ്റൊരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. സമാജ്വാദി പാർട്ടി ആദ്യം മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ 17 സീറ്റുകൾ വരെ നൽകാമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി കോൺഗ്രസിനെ അറിയിച്ചത്. ചർച്ചകൾ പൂർത്തിയാകാതെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കില്ലെന്ന സൂചനയും SP മേധാവി അഖിലേഷ് യാദവ് നൽകി. സീറ്റ് വിഭജന ചർച്ചകൾ ഫലം കണ്ടതോടെയാണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. രാഹുൽ ഗാന്ധിയുമായി തർക്കങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കും. ഈ മാസം 24-ന് പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമാകുന്ന ഘട്ടത്തിൽ അഖിലേഷും പങ്കെടുക്കുമെന്നാണ് വിവരം. 24 ഡൽഹി. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.